ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബീഡ്സ് ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ബീഡ്സ് ഫ്രെയിം 2 സൈസ് ഉണ്ട്, A5 ഉണ്ട്, A4 ഉണ്ട്. കൂടുതലും ഈ സൈസിലാണ് കാണപ്പെടുന്നത്. ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് അങ്ങനെ കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിൽ A5 ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ A5 സെറ്റ് ചെയ്യുന്ന കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് A4 സൈസാണ്. ഇത് നമ്മൾ ലവ് സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം കേട്ടോ. ഇതും A4 സൈസ് തന്നെ കേട്ടോ. ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചില ഭാഗം നമ്മൾ നോർമലി ഫ്രെയിമിനെ പോലെ ആയിരിക്കും, ചിലതിൻ്റെ സ്ക്രൂ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് A5ൻ്റെ ഫ്രെയിം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല സ്ക്രൂ ആണ്. അപ്പോൾ ഇതൊരു സ്ക്രൂ ടൈപ്പാണ്. അപ്പം നമ്മൾ ഇത് അയച്ചെടുത്തിട്ട് സാധാരണ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ സെറ്റ് ചെയ്യാമല്ലോ കേട്ടോ. അപ്പോൾ ഇതൊരു 3D എഫക്റ്റ് ഉള്ള ഇതാണ് കേട്ടോ, ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഞാൻ A5ൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ആ പ്രിൻറ്റിൻ്റെ അവിടെ ഡബിൾ സൈഡ് വെച്ചിട്ടുള്ള ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ ബേക്ക് ഭാഗത്തുള്ള അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മൾ അടുത്തത് ബീഡ്സ് ആണ്. അപ്പോൾ ബീഡ്സിന് പകരം നിങ്ങൾക്ക് തെർമോക്കോളിൻ്റെ ബോൾസാണ് ഇടാം. അതാകുമ്പോൾ പാക്കിങ് ചെയ്തിട്ട് കുറേ ചെയ്യുമ്പോൾ അധികം ഡാമേജ് ഫ്രെയിമിന് വരില്ല. എന്നിട്ട് നമ്മൾ സാധാരണ നോർമലി ഫ്രെയിം സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബേക്ക് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത് സെയിൽ ചെയ്യുന്നത് ഞാൻ ഒരു 650 ആ റേഞ്ചിലാട്ടോ ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പം ഇത് വേണമെന്നുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ ഞാൻ കൊടുക്കാം. ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് ഈ ഫ്രെയിം മാത്രമാണ് വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഫ്രെയിമിന് നമ്മൾ ബോക്സ് ഫ്രെയിമെന്നും ഷാഡോ ഫ്രെയിമെന്നൊക്കെ പറയാറുണ്ട്, അതുപോലെ ബീഡ്സ് ഫ്രെയിമെന്നും പറയാറുണ്ട്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എന്തെങ്കിലും ഓർഡറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്റ്റ് ചെയ്യാൽ മതി.